കൺമണി നിന്റെ കണർ കൊണ്ട് കുഴഞ്ഞു മോനെ ആകത്തട്ടോളെത്രയാ അത് കണ്ടാലറിയാം. ഈ പല്ലുപോയ സിംഹത്തിനും തൊപ്പിപോയ പോലീസിനും ഒരു വിലയില്ലാന്ന് പറയുന്നത് എല്ലാരും എല്ലാരും അങ്ങോട്ടാണോ? അപ്പൊ ഞാൻ ഇങ്ങോട്ട് ഓടിയാലോ? അവരെവിടെ പോടാ ഓടി ഊപ്പട് വന്നു. ആരാണ് അവിടെ ചീട്ട് കളിച്ചത്? അറിയില്ല. ഇയാൾക്കെന്താ തലയ്ക്ക് ഭ്രാന്ത? മെറ്റല് ഒരു കളിക്കുന്നു പോലീസ് വന്നപ്പോ. താങ്കൾ പോലീസിലുണ്ടായിരുന്ന ആളല്ലേ? സത്യം പറയണം. അതുകൊണ്ടാ പറയുന്ന അറിയില്ല. താങ്കൾ ഇവിടെ എന്താ ചെയ്യുന്നു? മാഡത്തിന് കണ്ടൂടെ ഈ കോൺക്രീറ്റ് ഇടാനുള്ള മെറ്റൽസ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്? ഈ പോലീസിനെ പണി തിരിച്ചു കിട്ടുന്നവരെ എന്തെങ്കിലും ജോലിയായി ജീവിക്കണ്ടേ മാഡം? ഉണക്കിട്ടിട്ടാണോടോ മെറ്റല് പോരുന്നേ? ഹലോ, ആരാ? പട്ടാമ്പി അംബുജാക്ഷിയുടെ വീട് ഇത് തന്നെയല്ലേ? വീട് ഇതായിരുന്നു, ഇപ്പൊ അല്ല. എന്താ അംബുജാക്ഷി നാടകം കളി നിർത്തിയോ? നാടകം നിർത്തി. ഇപ്പൊ അവള് പുതിയ അഭിനയം തുടങ്ങി. അപ്പൊ ഇന്ന് കളിക്ക് പോയിരിക്കുകയാണോ? അങ്ങനെ ചോദിച്ചാ എന്റെ പൊന്നി ഏട്ടാ, ഈ നെഞ്ചുവീരുണ്ടെന്നേ ഉള്ളൂ. ഒരു കാര്യവും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഒന്ന് വ്യക്തമായി പറഞ്ഞുകൂട് വല്ല നടക്കണമെങ്കിൽ. നമുക്ക് തിരിച്ചു പോയാലേ? ഈ ചക്രം മനസ്സിലായി അല്ല സെന്റിമെന്റലായിരുന്നു. പട്ടാമ്പി അമ്പുചാച്ചി ഇപ്പൊ ഐഷയാ. മതം മാറി കുമ്മങ്കണ്ടത്ത് മുഹമ്മദ് ഹാജിയുടെ 4ാമത്തെ ഭാര്യയായി. ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്? വേറെന്തിനും അല്ലെങ്കിലും ഞങ്ങൾക്ക് ഐഷനെ കണ്ടേ പറ്റൂ. അവരുടെ സമുദായക്കാരല്ലാതെ മറ്റാരെയും ആ പഠിപ്പുര കേട്ടില്ല. അങ്ങനെയാണ് ഞാൻ പോയാലോ? കുമ്മങ്കണ്ടത്ത് മുഹമ്മദ് ഹാജി ആരാ മോൻ? ആരുടെയൊക്കെയാ മകൻ? എന്നാ നമുക്ക് അന്വേഷണം ആ വഴി തിരിച്ചു വിട്ടാലോ? ഏത് വഴി? ആ മുഹമ്മദ് ഹാജി ആരുടെയൊക്കെ മോനെന്നുള്ളതിനെ. വെരി ഗുഡ്, വെരി ഗുഡ്. നീ അകത്തേക്ക് ഫോളോ. ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മുഹമ്മദ് ഹാജി ഒന്ന് കാണണം. അതെ, ഞങ്ങൾക്ക് മുഹമ്മദ് ഹാജിനെ കാണണം. പഞ്ചവർണ്ണ പൂങ്കിളി പുതുനാരി, പഞ്ചവർണ്ണ പങ്കിളി പുതുനാരി, നിങ്ങൾ നിർത്ത. എത്ര നേരിട്ട് എന്തേ ഹാജിനെ കാണാത്തെ? ആ കൊപ്രക്കാരൻ പറഞ്ഞു കാണത്തില്ല. ഹാജിയാരിനി ഹജ്ജിന് വല്ലതും പോയി കാണൂ. ആ അതായിരിക്കും, ഹജ്ജിന് പോയിരിക്കും. ഹജ്ജ് ഇനി പറഞ്ഞോളി. ഇതേതാ? ഞമ്മളാണ് ഹാജി, മുഹമ്മദ് ഹാജി, കുമ്മങ്കണ്ടത്ത് മുഹമ്മദ് ഹാജി. നിങ്ങളാണോ പുറത്ത് കാക്കനെ ആട്ടിക്കൊണ്ടിരുന്ന കാക്ക? ആ കാക്കയാണോ ഈ കാക്ക? നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. നിങ്ങൾ ചിരിക്കാതെ കാര്യം ഞാൻ പറയും. പറയാം ഹാജിയാരെ, പട്ടാമ്പി നേർച്ച വരാൻ പോണേയാണല്ല. നേർച്ച കൂടാനായിട്ട് പള്ളി പരിസരത്ത് വന്നാണ്. അപ്പോഴാണ് ഞാൻ ഹാജിയാരുടെ 4ാമത്തെ ബീവി മതം മാറി വന്ന പുള്ളയാണ്. എന്നാ പിന്നെ ഒന്ന് കണ്ടിട്ട് പോകുന്ന അത്രേ ഉള്ളൂ ഹാജിയാരെ. എന്നാ പിന്നെ ഞങ്ങള് പിന്നാമ്പുറത്തൂടെ. എന്തിന് പിന്നാമ്പുറത്തോടാക്കണം? മുന്നാമ്പുറത്തോട് തന്നെ കണ്ട് പോയിക്കോളി. ഓളിപ്പം മുടിയില് പോയക്കണ സമയ. മുടിയില് അച്ഛല്ലേ ഓടി പോയിക്കോട്ടെ. എന്താ തിരക്ക്? നമുക്കൊരു വർത്താനം പറയുന്നോട്. എന്താ പേര്? ഓള് പോയിക്കേ. എന്റെ പേരറിയണ്ടേ? ആ എന്താ പേര്? ഷക്കീല. ഹാജിയാര് പോലും ഹാജിയാര്. അല്ല സെക്കീലേ. സെക്കീല് കൂടി ആവുമ്പോ 5 ഒതുങ്ങോ? നിങ്ങൾ എല്ലാവരെയും മുമ്പ് എവിടെയോ ഞാൻ കണ്ടതുപോലെ. കണ്ടിട്ടുണ്ടാവും. അയ്യോ,
പൂജ സാറ് മൈമുണ്ണി ഗോവിന്ദൻകുട്ടി ഇടിയൻ ജോർജ് സാർ. നീ എന്നെ മറന്നിട്ടില്ലല്ലേ? ഇല്ല സാറേ. ഞങ്ങൾക്ക് ഒരു കാര്യം അറിയണ്ടു. ആ സ്വാമി എവിടെ? പെട്ടെന്ന് പറ. സ്വാമിയാ? സ്വാമി ഇപ്പൊ മൈസൂർ തോട്ടത്തിലുണ്ടാവും മാഡം. ഒന്ന് തെളിയിച്ച് പറയടി. ഓറഞ്ച് തോട്ടത്തിനുള്ളിൽ ഒരു കഞ്ചാവ് തോട്ടമുണ്ട്. സ്വാമി അവിടെ കാണും. ഇപ്പൊ ഏതവളാടി സ്വാമിയുടെ കൂടെ? ഇപ്പൊ ആരാന്ന് എനിക്കറിയില്ല സാറേ. സ്വാമിജി എവിടുന്ന് വന്നു, എവിടേക്ക് പോയി, ഇതൊന്നും മണിക്കറിയില്ല. സ്വാമിയുടെ ആശ്രമത്തിൽ പണത്തിന് വേണ്ടി വിഡ്ഢിവേഷം കിട്ടി. എല്ലാം ഞാൻ സമ്മതിക്കുന്നു. ഈ അന്വേഷണത്തിൽ നിന്ന് ഞങ്ങളൊന്ന് ഒഴിവാക്കിക്കൂടെ? ഇതിപ്പോ സിനിമയെ കാണുന്ന പോലെ ആയി. എന്ത്? അല്ല, ഞങ്ങൾ ഈ പോലീസിനെ സഹായിക്കുന്നതേ. കേസ് തെളിയിക്കാൻ പോലീസ് പല വിദ്യകളും പ്രയോഗിക്കും. അപ്പൊ എനിക്ക് ഈ വണ്ടിയിലോട്ട് കയറാമല്ലോ അല്ലേ? താങ്ക്സ്. ഈ റിസോർട്ട് എന്റെയും നിന്റെയും പേരിലും മാത്രമായിരിക്കും. അതിൽ കായലിന് മുകളിലുള്ള ഈ വില്ലയിലാണ് നമ്മൾ ഹോളിഡേ ആഘോഷിക്കുന്നത്. നമ്മളുടേത് മാത്രമായ ലോകത്ത്. പിന്നെ വരാൻ പോകുന്ന എക്സിബിഷൻ പല ബിഗ് ഷോട്ടുകൾ എത്താമെന്ന് സംബന്ധിച്ച് ഇങ്ങോട്ട് മെയിൽ ചെയ്തിട്ടുണ്ട്. ഇനി ബ്രോഷർ കൂടി വന്നാൽ ആളുകളുടെ എൻട്രി കൂടും. അതിന് തന്റെ ഹെൽപ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എനിക്ക് വേണം. പക്കാ? അതെ, ഒന്ന് നിൽക്കി. നിങ്ങൾ അമ്പുചാച്ചിയുടെ ഹസ്ബൻഡ് അല്ലേ? അതെ. അല്ലല്ല, ഞാൻ പായസന്റെ കെട്ടിയോനാ. ഓ, ഇന്റെ ബീവി നമ്മൾ നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്ത്? എന്തിനാ നിങ്ങൾ ഓളെ നമ്മളെ കുടി നിറക്കി കൊണ്ടായത്? നിങ്ങൾ ഓൾ എന്ത് ചെയ്ത്? നിങ്ങൾക്കറിയോ, താഴത്തെ വെച്ചാൽ എറുമ്പായിരിക്കും, തലയിൽ വെച്ചാൽ പേനായിരിക്കും എന്ന് പേടിച്ചിട്ട് കാത്തു സൂക്ഷിച്ചവനാണ് ഞാൻ. നിങ്ങളുടെ ബീവിക്ക് എന്താ പറ്റിയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. എന്തെങ്കിലും വിവരം കിട്ടിയ ഉടനെ അറിയിക്കാം. മനസ്സിലായോ? ഓഹോ, വെറുതെ അല്ല പെണ്ണുങ്ങൾക്ക് അധികാരം കിട്ടിയാൽ ആണുങ്ങൾ അനുഭവിക്കുമെന്ന് പറഞ്ഞേ. എന്നാ നീ പറഞ്ഞതിൽ നിന്നും അല്പം കുറയ്ക്കണം. ഒരു 50,000 വാക്ക് മാറ്റാണ്ടല്ലോ. അറിയാലോ, റിസ്ക് ആണ് ഞാൻ കാണിച്ചത്. ഞാൻ എങ്ങനെ കാണിച്ചില്ലായിരുന്നെങ്കിലേ സ്വാമിക്ക് പറ്റിയുള്ള കഞ്ചാവ് കടത്താൻ പറ്റുമല്ലോ സ്വാമി? പിടിച്ചായിരുന്നെങ്കിൽ നമ്മൾ രണ്ടു ഭാഗത്താന. ശരി, സമ്മതിച്ചു. പക്ഷെ നീ ഇത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ ഒന്ന് സഹായിക്കണം. സഹായിക്കാം. ഞാനിത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ സഹായിക്കാം. അപ്പോൾ ആ അപരിചിതനെ താങ്കൾക്കും അറിയില്ല. അത് ഞങ്ങൾ വിശ്വസിക്കണം അല്ലേ? സത്യം. എന്റെ മൊബൈലിലേക്ക് ഒരു കോള് വന്നിരുന്നു, വെള്ളി മൂങ്ങയെ കിട്ടാൻ. ഞാനവരെ കണക്ട് ചെയ്ത് കൊടുത്തു. മൊബൈലിൽ വിളിച്ച ആളുടെ ഫോൺ നമ്പർ തെളിഞ്ഞിരുന്നില്ല. കഞ്ചാവ് കടത്തിയതിന് 10 വർഷം വരെ തടവും പിഴയും ലഭിക്കാം. സത്യം തുറന്നു പറഞ്ഞാൽ ശിക്ഷ ഞങ്ങൾ ഇളവ് ചെയ്യിക്കാം. അറിയാവുന്ന സത്യത്തിന്റെ ഏതെങ്കിലും ഒരു തുമ്പ് ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ ആൾ ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ കാര്യങ്ങളെ കുറിച്ച് അറിയാവുന്ന ഒരാളെ പറ്റി ഞാൻ പറയാം. എന്ത് ബാങ്ക് റോബറി നടന്നാലും അതിന്റെ രീതികളെ പറ്റി അറിയാവുന്ന ഒരാൾ ഇന്നിവിടെ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചാൽ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതിരിക്കില്ല. ആരാണ് അയാൾ? ലഫ്റ്റനന്റ് കേണൽ മാധവ്ജി. ചമ്പൽ കൊള്ളക്കാരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കൊള്ളക്കാരനായി മാറി ജയിൽവാസമൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന മാധവ്ജി. ഇപ്പോൾ അദ്ദേഹം എവിടെയുണ്ട്? ഇപ്പോ ഞാനൊന്ന് ഫോൺ ചെയ്തോട്ടെ? ഓക്കെ. ഹലോ, പീതാംബരനല്ലേ? എടാ പീതാംബര, നമ്മുടെ മാധവ്ജി ഇപ്പൊ എവിടെയുണ്ട്? ആ ശരി. പോൾ ജോർജ്, ഇടിയൻ ജോർജ്. വീട് ഒരു ഭാർഗവ നിലയത്തിന്റെ ലക്ഷണമുണ്ട്. പശുക്കുട്ടി, പരിസരമൊക്കെ കൊള്ളാം. കേണൽ സാർ മാധവ്ജി ഒന്ന് കാണണം. സാർ ആരെയും കാണാൻ അനുവദിക്കാറില്ല. ഞങ്ങൾ ആരാണെന്നാ വിചാരിച്ച്? കള്ളനാണെന്ന് കണ്ടാലേ അറിയാം. ഒരു കീറു വെച്ചെന്നാണല്ലോ. അയ്യോ, സാർ എവിടാണെന്ന് പറഞ്ഞാല് നിനക്ക് ഫ്രൂട്ട് സാലഡ് വാങ്ങിച്ചാൽ. സാറ് മാർക്കറ്റിൽ കാണും.
ഓക്കെ, ഞാൻ മാത്രം സംസാരിക്കേ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ. എന്താ നിങ്ങൾ വന്ന കാര്യം? പോലീസുകാർക്ക് ഈ എക്സിന്റെ അടുത്തുനിന്ന് എന്താ അറിയാനുള്ളത്? ഞാൻ മുന്ന് പറഞ്ഞില്ലേ. ഓഹോ, പലതരം സ്റ്റൈലുകൾ ബാങ്ക് കൊള്ളയ്ക്ക് സ്വീകരിക്കാറുണ്ട്. ഭിത്തി തുറന്ന് ഉള്ളിൽ ചെല്ലുക, ടണൽ കുഴിച്ചു ചെന്ന് അതിനകത്തേക്ക് നുഴഞ്ഞു കയറുക, അല്ലെങ്കിൽ ബ്ലാക്ക് കാറ്റുകളെ പോലെ മാസ്ക് വെച്ച് നേരിട്ട് തോക്ക് കാട്ടി ഭീഷണിപ്പെടുത്തി പണം വരിക. നിങ്ങൾ പറഞ്ഞു കേട്ടിട്ട് എനിക്ക് ഒന്നും മനസ്സിലായി. അതെന്താണ് സർ? നിങ്ങൾ പറഞ്ഞ രീതി വെച്ച് നോക്കുമ്പോ ഡൈനാമിറ്റ് വെച്ച് പൊട്ടിച്ച് സേഫ് ഇരിക്കുന്ന ഏരിയ നേരെ താഴേക്ക് കൊണ്ടുവരിക. വെരി കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇത് ആരായിരിക്കും? പൊട്ടിയത് ഡൈനാമിറ്റ് ആണെങ്കിൽ വച്ചത് പപ്പനായിരിക്കും. പപ്പൻ? ഡൈനാമിറ്റ് പപ്പൻ.